നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എന്താണ് നാനോപ്ലാസ്റ്റിയ, എന്താണ് ടെന്നോപ്ലാസ്റ്റിയ, എന്താണ് ബോട്ടോക്സ്, എന്താണ് സ്മൂത്തനിങ് എന്ന് അറിയാണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കണം ഈ വീഡിയോയിലൂടെ. നമ്മൾ മുടി സ്ട്രെയിറ്റ് ലുക്കാണ് ആഗ്രഹിക്കുന്നത്, പ്യുവർലി സ്ട്രെയിറ്റ് ലുക്കാണ് ആഗ്രഹിക്കുന്നത്, സ്മൂത്തനിങ് എഫക്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്യുവർലി നമുക്കൊരു സ്മൂത്തനിങ് ട്രീറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെന്റിലേക്ക് പോവാം. ആ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കെമിക്കൽ ട്രീറ്റഡ് ആണ്. ഹെയറിന്റെ ബോണ്ടിങ് എല്ലാം മാറ്റും. പിന്നെ അതിന്റെ ടെക്സ്ചർ ഓൾമോസ്റ്റ് അതൊരു സ്ട്രെയിറ്റ് ലുക്ക് ആയിരിക്കും. അതിനുശേഷം നമ്മൾ അതിന്റെ ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. പിന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, അതിൻ്റെതായ ആഫ്റ്റർ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ വരാം. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റ് ആണ്. അല്ല നമുക്കൊരു ഒരു യൂസർ ഫ്രണ്ട്ലി ഹെയർ, ഒരു മാനേജബിൾ ഹെയർ ആവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബോട്ടോക്സിലേക്ക് പോകാം. ബോട്ടോക്സ് ഇപ്പോൾ കിട്ടാവുന്നതിലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നന്നായി ബോട്ടോക്സ്, പക്ഷെ നമുക്ക് ബോട്ടോക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്മൂത്തനിങ് എഫക്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ബോട്ടോക്സ് ചെയ്യുന്നത്. ബോട്ടോക്സ് ചെയ്യുന്നത് പ്യുവർലി നമുക്കതൊരു മാനേജബിൾ ആക്കണം, നമുക്ക് ഫ്രിസ്നെസ് പോകണം. പിന്നെ നമ്മുടെ ട്രീറ്റഡ് ഹെയർ ആണ്, നമുക്ക് അതിന് ഒരു അഡീഷണൽ കോട്ടിങ് കൊടുക്കുകയാണ്. നമ്മൾ ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു അഡീഷണൽ കോട്ടിങ് നമ്മൾ ആ ഹെയറിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കതൊരു ഹെയറിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കും. അപ്പം നമുക്ക് അങ്ങനെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാനേജബിൾ ഹെയർ, ഫ്രിസ്നെസ് ഇല്ലാത്തൊരു ഹെയർ, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടോക്സ് തന്നെ, വേറെ ഒരു ഓപ്ഷനും ഇല്ല, ബോട്ടോക്സ് തന്നെ ചൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഒന്നും കൂടി സ്ട്രെയിറ്റ് ലുക്ക് വേണം. നമ്മുടെ മുടി ഇതുവരെ നമ്മൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ നാനോപ്ലാസ്റ്റിയ. നമ്മൾ ഉപയോഗിക്കുന്നത് ടെന്നോപ്ലാസ്റ്റിയാണ്. ഓൾമോസ്റ്റ് സെയിം മെത്തേഡാണ്, സെയിം ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തനിങ് എഫക്റ്റ് ഒന്നും കൂടി, അത് ഹെയർ ഒന്നും കൂടി ഒരു സ്മൂത്തൻ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കത് ഒന്നുകൂടി ഈസി ആയിരിക്കും, മാനേജബിൾ ആയിരിക്കും. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നല്ല സ്മൂത്ത് ആയി കിടക്കും. അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റിങ്ങും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്കൊരു 70 to 75 വാഷാണ് നമ്മുടെ കമ്പനിയൊക്കെ നമുക്ക് പ്രോമിസ് ചെയ്യണത്. പക്ഷെ നമ്മൾ അത് നന്നായിട്ട് കെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 60 വാഷ് വരെയൊക്കെ നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കരമായ എന്താ പറയുക, നമുക്ക് ട്രീറ്റ് ചെയ്യാത്ത ഹെയർ, അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ്, അതുപോലെ തന്നെ അതൊരു ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല വെർജിൻ ഹെയർ ആണ്, പ്യൂർലി വെർജിൻ ഹെയർ ആണ്, അതുപോലെ തന്നെ ഭയങ്കര കേളിയാണ് ഹെയർ എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, ടെന്നോപ്ലാസ്റ്റിയ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്കത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ആഫ്റ്റർ കെയർ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ ലാസ്റ്റിങ്ങും വളരെയധികം ഒരു 60 വാഷ് നമുക്ക് വരെയൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും.